മനുഷ്യനിൽ ദേഹം, ദേഹി, ആത്മാവ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ദേഹത്തിൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമുണ്ട്. കൈകൾ, കാലുകൾ, നാക്ക് സംസാരത്തിന്, ഉപസ്ഥം ഉത്പാദനത്തിന്, വിസർജനേന്ദ്രിയം എന്നിവയിലൂടെ കർമ്മേന്ദ്രിയങ്ങൾ വിവിധ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബാഹ്യകരണങ്ങളായ 5 ജ്ഞാനേന്ദ്രിയങ്ങളും അഥവാ പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവ ശരീരം അഥവാ ദേഹത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അവയുടെ പ്രവൃത്തികളും ചെയ്യുന്നു. ദേഹം ദൃശ്യമാണ്, എന്നാൽ ദേഹി ദൃശ്യമല്ല. കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു, നടക്കുന്നു, സംസാരിക്കുന്നു എന്നിങ്ങനെ നാം ഉണർന്നിരിക്കുമ്പോൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സ്വപ്നത്തിലും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങൾ ദേഹത്തിൽ വസിച്ചുകൊണ്ട് ദേഹിയിലും പ്രവർത്തിക്കുന്നു. ഇവ കൂടാതെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹംബോധം അഥവാ ഞാൻ എന്ന ഭാവം എന്നിവയും ഇവയെല്ലാം പ്രവർത്തിപ്പിക്കുവാൻ വേണ്ട ശക്തിയായ ജീവശക്തിയായ പ്രാണനും ദേഹിയിലുണ്ട്. ആത്മാവ്, ജീവൻ, ജീവാത്മാവ് എന്നിവ ദേഹിയുടെ സഹായത്താൽ ബാഹ്യപ്രപഞ്ചത്തിൽ വിഷയങ്ങൾ അനുഭവിക്കുന്നു. താൻ ശരീരമാണെന്ന് ചിന്തിക്കുന്നവരിൽ പലരും ദുർനടപ്പുകാരും വിഗ്രഹാരാധികളും വ്യഭിചാരികളും സ്വയംഭോഗികളും പുരുഷകാമികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും വാവിഷ്ഠാണക്കാരും പിടിച്ചുപറിക്കാരുമായി ജീവിക്കുന്നു. അവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. 1 കൊരിന്ത്യർ 6:9-10. ക്രിസ്തുവിൻ്റെ ശരീരമായി തീർന്ന നാം ഇനിയും ലോകമോഹങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടതെന്ന് 1 പത്രോസ് 4 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസി ഇനിയും ദേഹത്തിലെ ഇന്ദ്രിയങ്ങളുടെ സ്വാധീനത്തിലായിരുന്ന പുറത്തെ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് അന്യായം ചെയ്യാതെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അംഗവും ആയിരിക്കണമെന്ന് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വചനം നമ്മിൽ വെളിച്ചം പകരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.